കുട്ടികൾക്ക് നല്ല പ്രിയപ്പെട്ട ഒരാളായിരുന്നു. മാഷ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും, മാഷ് സ്കൂളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ ഓടിച്ചെല്ലും, ആരും പറഞ്ഞു കൊടുക്കണ്ട കുട്ടികൾക്ക്. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക്, അതാണ് ഞങ്ങളെ ഒരു സന്തോഷം. ഈ യാത്ര ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന്. പാങ്ങ് GLP സ്കൂളിലെ കുട്ടികളാണ് നമുക്കൊപ്പമുള്ളത്. മജീദ് മാഷുമായിട്ടാണെങ്കിലും ആശ ടീച്ചറൊക്കെ ആയിട്ടാണെങ്കിലും വലിയ തരത്തിൽ അടുപ്പം അവർക്കിടയിലുണ്ടായിരുന്നു. മജീദ് ടീച്ചറെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്ന കുട്ടികൾ കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ആശ ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ സ്കൗട്ടിൻ്റെ അധ്യാപിക കൂടിയായിരുന്നു. അത്തരത്തിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ കാണുന്നത്. അവർക്കൊപ്പം ഈ കുട്ടികൾക്കൊപ്പം ടീച്ചർ അടക്കം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരോളം. റിസിന ടീച്ചറെ, എന്താണ് നിങ്ങൾക്ക് അനുസ്മരിക്കാൻ കഴിയുന്നത്? എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് പോവേണ്ടതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ മിഞ്ഞാന്ന് വരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മിഞ്ഞാന്നാണ് വേറെ ഗ്രൂപ്പ് പോണവർ മാത്രമേ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റാഫ് ഗ്രൂപ്പിൽ അങ്ങനെ 3:50 ഫോട്ടോ വിട്ടിക്കണം. ഒരവിടെ എത്തിയ ഫോട്ടോ, അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണം. യാത്ര എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് പോണ യാത്ര തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയില്ല. ഒരു ടീച്ചർ ഹജ്ജിന് പോകുന്നുണ്ട്, അപ്പോൾ ആ ടീച്ചർ പോകണില്ലായിരുന്നു. പിന്നെ ഈ ടീച്ചർക്ക് സുഖമില്ലാന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും KG ടീച്ചേഴ്സാണ്. അപ്പോൾ ഈ ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്താ അറിയില്ല, അങ്ങക്ക് പോകാൻ തോന്നിയില്ല. ഒരു ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ ആശ ടീച്ചറുമൊക്കെ ബന്ധപ്പെട്ട് നല്ല അടുപ്പമുണ്ടായിരുന്ന നാട്ടിലാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടും അടുത്ത ബന്ധം, വീട്ടുകാരൊക്കെ ആയിട്ടും ഒരുപോലെ കണ്ടിരുന്നത്. എല്ലാവരും നല്ല ബന്ധമായിരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നു. ഈ യാത്ര ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന്. പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ യാത്ര ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. എല്ലാവരും പോകണം തീരുമാനിച്ചിരുന്നു. PTM ടീച്ചേഴ്സും കൂടി പോകണം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ സ്കൂൾ വാർഷികം കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണമെന്ന്. ആശ ടീച്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് പോവാറിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിരുന്നു. ഇത് പെട്ടെന്ന് ഒരു സ്റ്റാഫ് മാത്രമായിട്ടൊന്ന് തീരുമാനിച്ചതാണ്. ഇത് ഞങ്ങൾ PT അറിഞ്ഞിട്ടില്ല. നിങ്ങളും PTAയിലുള്ള ആളാണ്? PTAയിലുള്ള ആളാണ്. എല്ലാവരോടും പോകാൻ തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. തീരുമാനം എന്താ വെച്ചാൽ ഈ യാത്ര ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മറ്റൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു? പ്ലാൻ ചെയ്തിരുന്നു. 4-ാം തീയതി പോവാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് PTയുടെ അംഗങ്ങളാണോ? എന്താണ് പറയാനുള്ളത് ആശ ടീച്ചറെ കുറിച്ചൊക്കെ? ആശ ടീച്ചർ ഞങ്ങൾക്ക് എല്ലാതുമാണ്. ആ സ്കൂളിൻ്റെ ടീച്ചർ മാത്രമല്ല, ഞങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വീട്ടിൽ താമസിക്കുന്നവരാണ്. ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ടീച്ചർമാരും. ഞങ്ങൾ അത്ര അടുപ്പാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഓടിച്ചെല്ലുന്നുണ്ട് സ്കൂളിലേക്ക്. ഈ മജീദ് മാഷാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരാളായിരുന്നു, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലേ? അതെ, കുട്ടികൾക്ക് നല്ല പ്രിയപ്പെട്ട ഒരാളായിരുന്നു. മാഷ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും, മാഷ് സ്കൂളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ ഓടിച്ചെല്ലും, ആരും പറഞ്ഞു കൊടുക്കണ്ട കുട്ടികൾക്ക്. അവരെന്നെ പോയി കൈ പിടിച്ച് കൊടുന്നൊക്കെ സ്റ്റാഫ് റൂമിൽ ഇരുത്തി കൊടുക്കും. ഈ കുട്ടികൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. അതെ, ശരി തന്നെയാണ്. അത്രയും പ്രിയപ്പെട്ടൊരു മാഷ് തന്നെയായിരുന്നു. എല്ലാ ടീച്ചേഴ്സും അവർക്ക് ഒരുപോലെയാണ്. എല്ലാവരും കുറച്ച് കുട്ടികളെ ഉള്ളൂ, പക്ഷെ അവരെല്ലാവരും ഒരു മക്കളെ പോലെ തന്നെ എല്ലാവരും കണ്ടിരുന്നു. ഞങ്ങൾ അമ്മമാരും തന്നെ അങ്ങനെ തന്നെ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇല്ല, എനിക്കൊന്നും. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. IRW വളണ്ടിയേഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. ഇവിടെ മോക്ക് എന്താ പറയാനുള്ളത് മജീദ് മാഷെ കുറിച്ചൊക്കെ, ആശ ടീച്ചറെ കുറിച്ചൊക്കെ? ആശ ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. മാഷ് കാണാത്ത മാഷായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു അല്ലേ? കുട്ടികൾക്ക് പറയാൻ വാക്കുകളില്ല. കുട്ടികളും എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു ആ മാഷയും ടീച്ചറെയും ഒക്കെ എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. മോക്ക് എന്താ പറയാനുള്ളത് മാഷെക്കുറിച്ചും ടീച്ചറെക്കുറിച്ചൊക്കെ? മാഷ് നല്ല സ്നേഹിതർ, ഞങ്ങളെ കുട്ടികളെ നല്ല നോക്കുകയൊക്കെ ചെയ്യും. ബാക്കിയുള്ള എല്ലാ ടീച്ചറും ഞങ്ങൾ നല്ല സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരിഹാരം ഇതൊക്കെ നല്ല ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കും. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക്,
അതാ ഞങ്ങളെ ഒരു സന്തോഷം. അത് ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു ഇതുണ്ടാവണം. ഈ മക്കളോട് നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് നമുക്കറിയില്ല. കാരണം വീട്ടിൽ എന്ന പോലെ തന്നെയായിരുന്നു സ്കൂളിൽ പോയി ചെന്നാലും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ആ ടീച്ചർമാരും മാഷൊക്കെ മാറുകയായിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത്. ചെറിയ കുട്ടികളാണ്, ആ ചെറിയ കുട്ടികളാണ് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മകളാണോ കൂടെയുള്ളത്? അങ്ങനെ 2 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരാൾ LKG ഒരാൾ 1-ാം ക്ലാസ്സിലാണ്. ഈ ടീച്ചർമാരും മാഷും ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ നല്ലൊരു സൗഹൃദത്തിലേനും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്ന് പറയാം. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ ലാസ്റ്റായി കണ്ടത് ഞങ്ങളെ വാർഷികത്തിനെ എന്നുള്ളൊരു ചെറിച്ച് കളിച്ച് കണ്ട് പിരിഞ്ഞതാണ്. പിന്നെ ഈ കോലത്തിലാണ്. പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. ആ മാഷെക്കുറിച്ച്, ടീച്ചർമാരെക്കുറിച്ചൊക്കെ ഇവരുടെ പേരൻസ്, അതോടൊപ്പം കുട്ടികളുടെ പേരൻസ്, അതോടൊപ്പം തന്നെ PTA മറ്റാളുകളൊക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ കഴിയാത്ത നിലയിലാണ് അവരുടെ പ്രതികരണം. കാരണം കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ സ്വന്തം വീട്ടിലെന്ന പോലെ തന്നെ സ്കൂളിൽ ചെന്നാലും അവരുടെ രക്ഷിതാക്കളൊക്കെ ആയിട്ട് അവർ മാറുന്നു. അത്തരത്തിൽ സന്തോഷകരമായ അവസ്ഥ. കുട്ടികൾക്ക് പലഹാരം കൊണ്ട് കൊടുക്കും, അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അത്തരത്തിലുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ആ കുട്ടികളുണ്ടായിരുന്നത്. ആ കുട്ടികളാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അനാഥമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ അധ്യാപകർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനാഥമാക്കപ്പെടുകയാണ്. ആ സ്നേഹം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അവർ വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയുകയും ചെയ്തത്. ഏതായാലും ഈ കുട്ടികളുടെ സങ്കടത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ.